സഞ്ജയ് വർമ്മ ദുബായ് ആംബുലൻസ് വിഭാഗത്തിൽ പുതുതായി ചുമതലയേറ്റ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള പാരാമെഡിക്കൽ സംഘത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആതുര സേവനവും അധ്യാപനവുമാണ് ലോകത്തിലെ ഏറ്റവും മഹനീയമായ രണ്ട് ജോലികളെന്ന് കോൺസൽ ജനറൽ അഭിപ്രായപ്പെട്ടു. ജീവനും മരണത്തിനുമിടയിൽ കഴിയുന്ന ഒരാളുടെ ആദ്യ പ്രതീക്ഷ ആതുര സേവകരിലാണെന്നും ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരണമെന്നും പറഞ്ഞു. ദുബായ് കോർപ്പറേഷൻ ഓഫ് ആംബുലൻസ് സർവീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഖലീഫ ഹസൻ അൽ ദറായി സഞ്ജയ് വർമ്മയെ പുരസ്കാരം നൽകി ആദരിച്ചു. ദുരന്ത സ്ഥലത്ത് മിനിറ്റുകൾക്കുള്ളിൽ കുതിച്ചെത്തി വിലപ്പെട്ട ജീവൻ രക്ഷിക്കാനുള്ള ലോകോത്തര സംവിധാനം തന്നെ അത്ഭുതപ്പെടുത്തിയതായി കോൺസൽ ജനറൽ പറഞ്ഞു. ജീവനക്കാരിൽ 20% ഇന്ത്യക്കാരാണെന്നതിൽ ഇക്കാര്യത്തിൽ ഇന്ത്യക്കും അഭിമാനിക്കാനാവും. Good examples wherever they are, good practices have to be emulated and copied back home in India. Ours, of course, is a little more complex territory to work in, but there is so much we can learn from UAE, and this would be one example. തുടർന്ന് കേന്ദ്രത്തിലെ അത്യാധുനിക സൗകര്യങ്ങൾ അദ്ദേഹം നോക്കിക്കണ്ടു. അടിയന്തര ശസ്ത്രക്രിയ ഉൾപ്പെടെ നടത്താൻ സാധിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സഞ്ചരിക്കുന്ന ആശുപത്രിയിലെ സൗകര്യങ്ങളും അദ്ദേഹം വിലയിരുത്തി. പുറത്തുനിന്ന് മാത്രം ആംബുലൻസിനെ കണ്ട തന്നെ അതിന്റെ അകത്തെ സൗകര്യങ്ങൾ വിസ്മയിപ്പിച്ചതായും കൂട്ടിച്ചേർത്തു. പരിശീലന വിഭാഗം തലവൻ ഡോക്ടർ ഒമർ സക്കാഫ്, ആംബുലൻസ് ഡയറക്ടർ നീൽ കർബി തുടങ്ങി ഒട്ടേറെ ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. NM അബൂബക്കർ, മനോരമ ന്യൂസ്, ദുബായ്. കമാലിന്റെ ഭർത്താവ് കമാൽ